ഹലോ ഗൈസ്, നമ്മൾ പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട്. ആ കാർ ഓടിയിട്ട് നമ്മളിപ്പോൾ ഒരു റേസിംഗ് കോർണറിൽ ഓടിക്കാണ്. കാർ ഇപ്പം നമ്മൾ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്തോ ഹമ്പ് പോലത്തെ എന്തോ സാധനം ഉണ്ട്. നമ്മളതിൻ്റെ മുകളിൽ കൂടി കയറ്റി നമ്മൾ പറന്നുകൊണ്ടിരിക്കുക. ഈ കാറ് പറക്കില്ല, നമ്മൾ പറപ്പിച്ചതാണ്. ചിലപ്പോൾ നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടാ. അയ്യോ, പറഞ്ഞപ്പോഴേക്കും വീഴുന്നു. അപ്പം നമ്മൾ വീഴാ ചിലപ്പോൾ ചാവൂട്ടാ, ചിലപ്പോൾ ചാവും. സൂക്ഷിച്ച് നോക്കണം. അയ്യോ, വണ്ടി നിറച്ചു പോയി. വണ്ടി ഇപ്പം എവിടേക്കാ പോയ? നമ്മുടെ വണ്ടി എവിടെയാണോ? ആ വണ്ടി പുറത്തെ പറമ്പിലെടുക്കുന്നുണ്ട്. അപ്പം ആ വണ്ടി എടുക്കാൻ പോകുമ്പോഴേക്കും രാത്രിയാവും. അതുകൊണ്ട് ഏതെങ്കിലും ഇപ്പോൾ ഒരു വണ്ടി എടുക്കാം, വേറെ ഏതെങ്കിലും. അതാ നല്ലത്. ഇപ്പം വണ്ടി അടിച്ചിട്ട് നേരെ പോയ സ്റ്റേഷനിലേക്ക് വിടണം. അതാ നല്ലത്. അവിടെ പോയിട്ട് ഒരു കോസ്റ്റ്യൂം എടുക്കുക. ആ കോസ്റ്റ്യൂമിൽ നിന്ന് നമുക്ക് നേരെ ഇട്ടിട്ട് പോലീസുകാരെ വെടിവെച്ചിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് നേരെ ജുറാസിക് പാർക്കിൻ്റെ അടുത്തേക്ക് പോവാം. അവിടെ ട്രെയിനൊക്കെ ഉണ്ട്. ആ ട്രെയിനിൻ്റെ അടുത്ത് പോയിട്ട് കാറ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് എന്താ പറ്റാൻ നോക്കണം. വേണ്ടി ഇപ്പോൾ ഒരു കാറ് വരണം. കാറിപ്പോൾ കുറേ കാറുണ്ട്. ഒരു വൈറ്റ് കാർ എടുക്കണം. അതിപ്പോൾ കറങ്ങി വരും. അപ്പം നമുക്ക് എടുക്കാം. അതുവരെ ഇവിടെ നിൽക്കണം. ഇങ്ങനെ വേണമെങ്കിൽ ആ കാർ സ്പീഡിൽ വരാണെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകണം. ഇവിടെ നിന്ന് എന്നിട്ട് നോക്കാം കാറിപ്പോൾ എപ്പോഴാണ് വരിക. കാറ് വരാറായ? ആ കാറ് വന്നു. കാറിൻ്റെ ആൾക്കാരെ പിടിച്ചിട്ട് 2 വീട് അടിക്കണം. അങ്ങനൊരു കാര്യം ചെയ്യാം. മര്യാദയ്ക്ക് കാറിനിറങ്ങി ഇടിയിട്ടാ. മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഇടിച്ച് തെറപ്പിട്ടുണ്ട്. കാറിൻ്റെ കളർ ഒരു പെയിന്റ് അടിച്ചാലോ, ഗ്രീൻ അടിക്കാം. അതോ നല്ലത്. ഒരു ഗ്രീനോടെ ഗ്രീൻ കിട്ടി. ഗ്രീൻ അടിച്ചു. നേരെ വണ്ടി കയറി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിയൊക്കെ ഓടിക്കാൻ സിമ്പിളാ, പക്ഷെ കുഴപ്പമില്ല, ഓടിക്കാം. ഇച്ചിരി നേരം കൂടി എടുക്കും പോലീസ് സ്റ്റേഷനിൽ എത്താൻ. ഇനി ഇവിടുന്ന് പോയിട്ട് ആ ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്ത ഒരു പോലീസ് സ്റ്റേഷൻ അവിടെ ഉണ്ടാവും. അതാ സ്ഥലം നമ്മൾ പോണത്. ഇവിടെ 2 പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഒരെണ്ണം വേറെ സ്ഥലത്താണ്. അവിടേക്ക് പോകാൻ കുറേ നേരം പിടിക്കും. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. നമുക്ക് പോലീസ് സ്റ്റേഷൻ തേക്കണം. ഒരു ബ്ലൂ കളറ്, അതാണ് പോലീസ് സ്റ്റേഷൻ. അത് ചുറ്റിനും മതിലുണ്ട്. ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് ഇല്ല, വരാൻ പറ്റിയൊരു വാതിൽ പോലെ എന്തോ സാധനം ഉണ്ട്. അതിൽ കൂടി കയറണ്ട അതിൻ്റെ ഉള്ളില്. ഇതാരും നമ്മുടെ വണ്ടിയുടെ ചെറുപ്പത്തി ഈ ഡോർ തുറന്നൂല്. ഇവന് 2 ഇടി കൊടുക്കണം. നമ്മുടെ കാറിടിക്കാറായി. ഇപ്പൊ ഗാന്ധര വണ്ടിയിൽ ഇവനാണ് മര്യാദക്ക് ഇറങ്ങിയത്. നിനക്കൊന്നും മര്യാദക്ക് ഇറങ്ങിക്കൂടെ. ഇതിന് ഗ്രീൻ പെയിന്റ് അടിക്കാതെ നല്ലത്. ഗ്രീൻ കിട്ടി അടിച്ചോ. അതിന് വണ്ടിയിൽ കയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. നല്ലത്. അയ്യോ, ഒരാളിൽ തെറിഞ്ഞു പോയാ. നമ്മളല്ലാണ്ട് ഇവൻ വന്നതാ. പോലീസ് സ്റ്റേഷൻ എത്താറായി. പക്ഷെ പോലീസ് സ്റ്റേഷനെ വിളിക്കാൻ നമ്മുടെ കാറ് കയറ്റാൻ പറ്റില്ലല്ലോ. നമ്മുടെ കാറ് കയറണില്ല. കാറ് കയറാത്തോണ്ട് ഇനി ഇറങ്ങണ വണ്ടിന്ന്. ഇറങ്ങാന്ന തോന്നണം. ഇറങ്ങാം, ഓടിപ്പോണം. പെട്ടെന്ന് എത്തും. പക്ഷെ ആരാ നമ്മളെ എന്ത് വിശേഷം? ഒന്നുമില്ല. ഒരു പോലീസ് മുറ്റത്തേക്കാണ്. ഇവിടെ ഒരു പോലീസ് ഉള്ളു. ജീവിതത്തിൽ ആരും ഇല്ല. നമ്മൾ മുകളിലേക്ക് പോകണം. അപ്പം മുകളിലൊരു മതിലുണ്ട്. അവിടെ ഒരു സീക്രട്ടായ കോസ്റ്റ്യൂമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ പോയാൽ നമുക്ക് കോസ്റ്റ്യൂം കിട്ടും. പട്ടാൾക്കാരുടെ ഇതുമല്ല. ആ പട്ടാൾക്കാരെ വേണം. ഇതല്ലല്ലോ, ഇതുമല്ല. ആ കിട്ടി പട്ടാൾക്കാരുടെ. ടൗസർ വേണം. ടൗസറുള്ളൂ. ആ ടൗസറും കിട്ടി. ബാഗ് വേണം. ഏതൊക്കെ ബാഗുള്ള നോക്കട്ടെ. ഈ ബാഗില്ല. ഇത് തന്നെയല്ലോ പറഞ്ഞത്. ഈ ബാഗ് വേണ്ടയോ? ഒരാഴ്ച എടുക്കണ്ട. അതോ നല്ലത്. എടുക്കണ്ട. അതോ നല്ലത്. ആ മതി. നമുക്ക് താഴേക്ക് ഇതും ചാടാനും പറ്റുള്ളൂ. പെട്ടെന്ന് എത്താൻ വേണ്ടി ചാടണം. ഇവിടെ നിന്ന് ചാടി വയ്ക്കുക. അത് നല്ലത്. നമുക്ക് ഇവിടെ നിന്ന് ചാടി വെക്കാം. ഇവിടെ നിന്ന് ചാടിയുണ്ട് പറ്റുന്നുണ്ട്.
ഇനി നമുക്ക് നേരെ പോവാം. ഒരു ഗണ്ണ് വേണം, ഗണ്ണ് എടുക്കണം. ആ ഗണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസ് നിൽക്കണ പോലെ നമുക്കൊന്ന് നിന്നോക്കാം. ബോറടിക്കാൻ നിൽക്കുന്നുണ്ട്. പോലീസിനൊന്നും ബോറടിക്കല്ലേ ഇവിടെ? എനിക്കറിയാം. ഒരു ഹെഡ് ഷോട്ട് അടിച്ച് നോക്കാം. പോലീസിനെ കൊല്ലണതാവും. ഒരു വടിയും കൂടി. ആ അയ്യോ വേണ്ട, നീ പറഞ്ഞോ, നീ പറഞ്ഞോ. ബാക്കി കട്ട് ചെയ്യാം, സൗണ്ട് കട്ട് ചെയ്യാം. നീ പറഞ്ഞോ. ഇതല്ലേ വീഡിയോ ഇതല്ലേ? കൈ തട്ടിയതല്ല, ഇവിടെ എന്താ വന്നതാ. അപ്പൊ കൂട്ടിച്ചേർക്കാൻ പറ്റും. പോലീസ് എത്തു. നമുക്ക് ഇനിയിവിടെങ്കിലും ആരെങ്കിലും വിളിച്ചിരിക്കണ്ട. ആരുമില്ല. നമുക്ക് നേരെ പോവാം നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക്. വണ്ടി അവിടെ തന്നെ കിടക്കണ്ട. ആ വണ്ടി അവിടെ തന്നെ ഉണ്ട്. നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറണം. അത് നല്ലത്. വണ്ടിയിൽ കയറി ഗണ്ണ് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ എടുത്ത് വയ്ക്കാം. അത് നല്ലത്. നമുക്ക് നേരെ വണ്ടി ഇവിടെ ഇടിച്ചല്ലോ. വണ്ടി ഇവിടെ ഇടിച്ചോണ്ടിരിക്ക. വരാൻ പറ്റില്ല. ഞാൻ ഒരു ഐഡിയ ഉണ്ട്. നമുക്കൊരു ഇവിടെ നിന്ന് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ക്യാച്ചാൻ പറ്റുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും സാധനം ഉണ്ടാവും. നല്ല സ്പീഡിലാണ്ട് കയറ്റി നോക്കാം. ഇപ്പോഴും പറ്റില്ല. കുഴപ്പമില്ലേ, നമുക്കിപ്പോൾ കയറണ്ടമ്മ. നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോവാം. റെയിൽവേ സ്റ്റേഷൻ എന്താവാ നേരെ പോകണം. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഇച്ചിരി അടുത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായി. ഇച്ചിരി ദൂരം കൂടി ഉള്ളൂ. ഇവിടെയൊക്കെ കുറേ കാറൊക്കെ നമ്മൾ ഇടിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് എത്തണം. അതുകൊണ്ട് നമ്മൾ അവരൊന്നും ചെയ്യണില്ല. സ്പീഡിൽ വിടാൻ ചെയ്യണം വണ്ടി. നമുക്ക് ഇവിടെ തിരിക്കേണ്ടി വരും. റൗണ്ടാണ് റൗണ്ട്. നമുക്ക് തിരിച്ചിട്ട് പോകണം. നമ്മൾ തിരിഞ്ഞത് അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ട്രെയിൻ വരെ ഇച്ചിരി നേരം പിടിക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും എന്ന് തോന്നണം. ട്രെയിൻ വന്നിട്ടുണ്ടായില്ല. അവിടെ പോയി നിൽക്കണം നമ്മള്. ഇപ്പം നമ്മൾ ഇവിടെ സൈഡിൽ വർക്കിന് ഉള്ളിൽ കയറ്റണം. ഉള്ളിൽ കയറ്റാം. റെയിൽവേ സ്റ്റേഷൻ ഒരു കാര്യം ചെയ്യാൻ, നമുക്കിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാറ് കൊണ്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കാറിൻ്റെ മുകളിൽ കയറി നമുക്ക് നിന്നാം. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ നമുക്ക് എന്താ പറ്റാൻ നോക്കാം. അത് ചെയ്ത് നോക്കാം. വണ്ടി കറക്റ്റായിട്ട് നിർത്തില്ലെങ്കിൽ ഇറങ്ങണം. വണ്ടിയുടെ മുകളിൽ കയറണം. ചാടി കയറിയിട്ടുണ്ട്. വണ്ടിയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. ഞാൻ ട്രെയിൻ വരട്ടെ. ട്രെയിൻ വരുമ്പോൾ നമ്മൾ ഇടിച്ച് തെറിപ്പിക്കണം. നമുക്ക് ഒരു സ്നൈപ്പർ എടുക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? തന്നെ ഉണ്ടോ? തന്നെ ഇവനെ വെടി വയ്ക്കാം. അവൻ തോറ്റോടി. പോലീസൊക്കെ വരുന്നല്ലോ. ഇപ്പൊ ഒന്നുകൂടെ ദേറിത് ഇവനെന്താ അത് വെടി വെച്ചിട്ട് ഇപ്പൊ അയ്യോ തല പോയി. ട്രെയിൻ മറിച്ച ഇടിച്ചിട്ടു. കാറിൽ കയറാൻ പറ്റുമോ? കാറിൽ കയറാൻ പറ്റുന്ന തോന്നണ. പക്ഷെ ഇവിടെ ഈ ട്രെയിൻ ബ്ലോക്ക് ചെയ്തൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ആ കാറ് കിടന്ന് കുളിങ്ങാട്ട. ട്രെയിൻ അതിൻ്റെ മുകളിൽ കയറിയേക്കണോണ്ട് ഇപ്പം എങ്ങനെ ഇപ്പം കയറാൻ അതിൻ്റെ ഉള്ളിൽ. അയ്യോ നമ്മളിപ്പോൾ കാറിൻ്റെ ഇടയിൽ പെട്ടു. ട്രെയിനിൻ്റെ ഇടയിൽ പെട്ടു. പിന്നെ എങ്ങനെ ഇറങ്ങാം? തിരിച്ച് കാറിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. കാറിൻ്റെ ഉള്ളിൽ കയറി ചോര വരുന്നുണ്ട്. മതി പെട്ടെന്ന് കാറിൽ കയറാം. അത് നല്ലത്. കയറിയിട്ടുണ്ട്. കയറി ഒരു വിധം. കാർ അവിടെ നിന്ന് എടുക്കണം. അവിടെ നിന്ന് എടുക്കണോ? എടുക്കാൻ പറ്റുന്നുണ്ട്. ജുറാസിക് പാർക്കിലേക്ക് വിടാത്ത നല്ലത്. ഇതിപ്പോ ജുറാസിക് പാർക്ക് നമുക്ക് ഇവിടെ അങ്ങോട്ട് തിരിക്കാം. അത് നല്ലത്. നമുക്കിപ്പോ
ജുറാസിക് പാർക്കിലേക്ക് പോലീസിന്റെ വണ്ടി എടുത്തിട്ട് പോവാ. പോലീസ് ഇവിടെ ചത്ത് കിടക്കുന്നുണ്ട്. അത് പോലീസിന്റെ വണ്ടിയിൽ കയറി പോവാ, അതാണ് നല്ലത്. ആണെങ്കിൽ പോലീസുകാരാണെങ്കിൽ നമ്മള് പോലീസാന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാണ്ട് വിട്ടു. നേരെ ജുറാസിക് പാർക്ക്. അതെ, ജുറാസിക് പാർക്ക് അവിടെ ഒരു വേലിയണ്ട, ഒരു കുറെ ക്രിസ്മസ് ട്രീ പോലത്തെ എന്തോ സാധനം, അതാണ് ജുറാസിക് പാർക്ക്. ഈ വഴി പോയ ഒരു ഗേറ്റ് ഉണ്ടാവും, ജുറാസിക് പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും അവിടെ. ഞാൻ കാണിച്ചു തരാം, എത്തട്ടെ. ഗേറ്റ് ഇച്ചിരി ദൂരെയാണ്, പക്ഷെ ഇച്ചിരി അടുത്താണ്. നമ്മൾ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ഗേറ്റ് എത്തി. അല്ല, ജുറാസിക് പാർക്ക് എന്ന് എൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വരുമ്പോഴേക്കും തന്നെ തുറന്നു തരും ജുറാസിക് പാർക്ക്. അതാണ് നമുക്കിപ്പോൾ ഇവിടെ ടെക്നോളജി ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തുറന്നു തരുന്ന ആൾക്ക് ഈ ഗേറ്റ് തന്നെ. നമ്മളെ ഇവിടേക്ക് പോയിട്ട് തിരിയാം. ഇച്ചിരി കൊണ്ട് പോയിട്ട് ഇവിടെ ഡൈനോസേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. പോലീസുകാർ പോയിട്ടുണ്ടാവുന്ന തോന്നണം. അതോടെ നമുക്കിപ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഒരു മരം നമ്മുടെ മരത്തിൽ വന്ന് ഇടിച്ചു. ഇപ്പം ഗേറ്റ് അവിടെ ഗേറ്റ് വേണമല്ലോ. ആ ഗേറ്റ് അവിടെ ഉണ്ട്. ഗേറ്റിൽ കയറ്റാൻ വെച്ചിട്ട് പാടാ ഉള്ളിൽ കൂടി. പക്ഷേ ഇതിൻ്റെ വേലിൽ കൂടി ചിലപ്പോൾ കയറ്റാൻ പറ്റും. ഇത് വീണ്ടും മരത്തിടിച്ചു. നമുക്ക് സൈഡ് എടുത്തിട്ട് പോകണം. സൈഡ് എടുത്തു ഇനി നമുക്ക് ഉള്ളിൽ നോക്കാം. സൂക്ഷിച്ച് നോക്കിയിട്ട് ആ കിട്ടി അവിടെ ഇടിച്ചു. ഇനി റിവേഴ്സ് എടുക്കുക. അതിൻ്റെ ഒന്നും കൊണ്ട് ട്രൈ ചെയ്യാതെ നല്ലത്. ആ കിട്ടി അതൊന്നും പറ്റിയേ. എന്താ പറ്റിയേ? കാറ് കുളിങ്ങണ്ടല്ലോ ഇവിടെ കിടന്നിട്ട്. കാറിന് എന്തെങ്കിലും പറ്റിയെങ്കിൽ എന്ത് വണ്ടിയിലാണ് നമ്മൾ പോവുക? കാറ് നാശമായി നമ്മളെ. നമുക്കൊരു വഴിയുണ്ട്. കാറൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇറക്കാൻ പറ്റുന്നുണ്ടെന്ന്. ബാക്ക് എടുക്കുമ്പോൾ സ്റ്റെക്കാവുണ്ട്. ഇച്ചിരി എടുത്ത് കഴിയുമ്പോൾ ഫ്രണ്ട് എടുത്ത് നോക്കട്ടെ. ഫ്രണ്ട് എടുക്കുമ്പോൾ വീണ്ടും ബാക്ക് എത്തുമ്പോൾ സ്റ്റെക്കാവുണ്ട്. ഇതിപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ലാന്ന് തോന്നണേ. ഒരൈഡിയ നമുക്ക് ഗേറ്റ് കൂടി ഇറങ്ങാം. ഇറങ്ങിയിട്ടുണ്ട്. ഇനി കാറിന് എന്തെങ്കിലും പറ്റോ? കാറാണെങ്കിൽ ഇപ്പോൾ ഈ പുകയൊക്കെ വരുന്നുണ്ട് വെടി വെച്ചിട്ട്. അതിൻ്റെ മുകളിൽ കയറുന്നു. കാറ് കത്തിക്കാലോ നമുക്ക്. നമ്മൾ ചാവില്ല എന്നൊന്ന് ചിലപ്പോൾ നമ്മൾ ചാവൂട്ടാ. ഈ പൊട്ടി തെറിച്ചിട്ട് കാറ് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ പൊട്ടി തെറിക്കും. നമുക്ക് നേരെ ഒരു സ്ഥലം കണ്ടാൽ നമ്മുടെ കാറിനൊക്കെ കയറ്റാൻ പറ്റുന്ന സ്ഥലമാണ്. ഇത് വണ്ടി ഓടിക്കാനൊക്കെ റേസിങ് വണ്ടി ഓടിക്കാനോ പ്രാക്ടീസ് ചെയ്യണ സ്ഥലമാണ് അത്. നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് നോക്കിയിട്ട് വരാം. ഞാൻ അവിടെ ആണെങ്കിൽ ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ. കുളത്തിലേക്ക് നമുക്ക് നീന്താനൊക്കെ പറ്റും. ഇച്ചിരി ആഴമുള്ളൂ, കുഴപ്പമില്ല. നമുക്ക് ഫസ്റ്റ് ഇപ്പം ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ജുറാസിക് പാർക്ക്. അനിമൽസ് ഒന്നും വന്നിട്ടില്ല. അതോടെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ആ സ്ഥാനത്തേക്ക്. ആ സ്ഥാനത്തിൻ്റെ അടുത്ത് കണ്ട ആരോ മാർക്കൊക്കെ കാണിക്കുന്നുണ്ട് മുകളിലേക്ക്. നമുക്ക് ഈ സൈഡ് കയറാം. അതുകൊണ്ട് ആ കുളം ഞാൻ പറഞ്ഞ ഈ കുളത്തിലാണ് നമുക്ക് കയറാനൊക്കെ പറ്റും. ഇപ്പം മുകളിലേക്ക് കയറണം. ഈ സാധനം കണ്ട ഇതിൻ്റെ ഇടയിൽ കൂടി പോവാം. നമുക്ക് ഇവിടെ ചില്ലിട്ട് വെച്ചേക്കാം, അതുകൊണ്ട് വീഴില്ല. നമ്മൾ ഇതിൽ കൂടി പോയാൽ കഴിയുമ്പോൾ ഒന്നും ഓട്ടയെന്ന് വിചാരിക്കാം. നമ്മൾ വീഴില്ല, പക്ഷേ ചില്ലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി കയറാം. അവിടെ പിടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. കാല് വെച്ച് ഒട്ടും, അതുകൊണ്ട് നമ്മൾ പിടിച്ച് കയറാം. എത്താറായിന്ന് തോന്നണേ. ഇപ്പം നമ്മൾ എത്താറായി. എന്താ പോവാൻ പറ്റുള്ളല്ലോ. ഒന്ന് ചാടി നോക്കട്ടെ. അതിൻ്റെ ഉള്ളിലായി എന്താ അയ്യോ നമ്മൾ തലയും കുത്തി താഴെ വീണു. ചോരയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ചത്തിട്ടില്ല. അതിന് രക്ഷപ്പെട്ട് ചാവാതെ. നമുക്ക് ആ കുളത്തിലേക്ക് കാഞ്ചര കുളം കാഞ്ചര. കുളം നമ്മൾ
നീന്താൻ പറ്റും. ഇതിനും കൂടെ അടുത്തേക്ക് പോയാൽ നീന്താൻ പറ്റും. നീന്താൻ പറ്റുന്നുണ്ട്. ഇപ്പം നീന്താൻ പറ്റും നമുക്ക്. നമ്മളിപ്പോൾ കുളിക്കാം. നീന്താൻ പറ്റുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് വെള്ളത്തിൽ. അതുകൊണ്ട് ഇച്ചിരി സുഖം കിട്ടുന്നുണ്ട് നീന്തുമ്പോൾ. നമുക്ക് ഇച്ചിരി നേരം കുളിച്ചിട്ട് നമ്മൾ പോവാം. നമുക്ക് നമ്മൾ ഇതിപ്പോൾ ഒരു ശ്വാസം മുട്ടുണ്ട്. കുഴപ്പമില്ല. നമുക്ക് ഒന്നങ്ങോട്ട് പോയിട്ട് നമുക്ക് ശരിയായി. നമുക്ക് ഗണ്ണെടുക്കാം. ഗണ്ണെടുത്ത് വെള്ളത്തേക്ക് വെടി വെച്ച് നോക്കാം. ഒന്നുകൂടെ വെച്ചാൽ തോക്കിനുണ്ടായിരുന്നതാണ്. ഒന്നും വെച്ചോളില്ല വെള്ളത്തിന്. വെള്ളത്തിൽ തീയൊന്നും വറക്കാവില്ല. അതേപോലെ ഉണ്ട് വറക്കാവില്ല. തോക്ക് പിടിച്ചേക്കൊണ്ട് ഇപ്പോൾ കൈ വാങ്ങിയെടുക്കാം. കുറേ നേരമില്ല തോക്ക് പിടിച്ചിട്ട്. ഇപ്പോൾ തോക്ക് പിടിക്കുന്നതുകൊണ്ട് ഒരു സുഖമില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ തോക്കെടുത്ത് വെക്കണം. ഇച്ചിരി നേരം കഴിയട്ടെ. വെള്ളത്തിൽ കൂടി തോക്ക് വഴി നടക്കാം. ഇപ്പം നമ്മൾ തോക്കെടുത്ത് വെച്ചാലാണ് നല്ലതെന്നത്. ഒന്നാമത് എടുത്ത് വെച്ചാൽ നല്ല നമുക്കൊന്ന് ഇവിടുത്തെ വെള്ളമൊക്കെ എടുത്തിട്ട് പോകാമായിരുന്നു. പക്ഷെ എടുത്ത് വയ്ക്കുമ്പോൾ ഒരു രസമില്ലാതാണ്. നമുക്ക് ഇച്ചിരി നേരം കഴിഞ്ഞ് എടുത്ത് വയ്ക്കാത്ത നല്ലത്. ഇപ്പോൾ നമുക്കെന്തുകൂടെ ചെയ്യാം. അതിന് എന്തുകൂടെ ചെയ്യാം. ഒരു കാര്യം ചെയ്യാം. ഇല്ലേ എന്താണ് ഒരു കാര്യം ചെയ്യാട്ടാ. നമുക്ക് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഒന്ന് മുങ്ങിപ്പോയി നോക്കിയാലോ. അടിയിലെന്തുണ്ടാകുന്ന അത് ശരിയാ. മുങ്ങിപ്പോയി നോക്കാം. ഇവിടെ നമുക്ക് ഗണ്ണെടുത്ത് വയ്ക്കാം. ഇപ്പം നമുക്കൊന്ന് നീന്തിയിട്ട് അടിയിലേക്ക് നീന്തി പോവാം. നീന്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നീന്താൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് തിരിഞ്ഞ് നമുക്കൊന്ന് നമ്മൾ നീന്തി അപ്പുറത്തെ കര എത്താറായി. പക്ഷെ നമുക്ക് അവിടം വരെ പോകണ്ട. നമുക്ക് ഇവിടെ നിന്ന് നിർത്തിയാലോ. വേണ്ട, ഇവിടെ നിർത്താം. എന്താ ഗണ്ണ് ഫസ്റ്റ് ഈ ഗണ്ണെടുക്കാം. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് സൂര്യനെ വെടിവെക്കാം. ഫസ്റ്റ് മിസൈല്. നല്ല മിസൈൽ വെച്ച് വെടിച്ചിട്ട് സൂര്യൻ കുലുങ്ങണ്ടെന്നാ തോന്നണേ. ഭൂമികൾക്ക് വല്ലതും വന്നാലോ. വേറെ സ്നൈപ്പർ എടുത്ത് നോക്കാം. ഇത് വെച്ച് വെടിവെച്ച് നോക്കണേ. ഇത് വെച്ച് വർക്കാവണില്ല. ഇതെടുത്ത് നോക്കാം. ഈ ഗണ്ണ് ഈ പിസ്റ്റൽ ട്രൈ ചെയ്യാം. ഇത് വെച്ചിട്ട് മറക്കാവില്ല. ഇടിച്ചിട്ടും പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റിക്കി ബോംബ് എടുക്കാം. ഞാൻ അത് വെച്ച് എറിഞ്ഞ് പൊട്ടിച്ച് നോക്കട്ടെ. സ്റ്റിക്കി ബോംബ് കണ്ട പോയേ. കുഴപ്പമില്ല. നമുക്ക് ഒന്ന് ഫോൺ എടുത്തിട്ട് സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റിക്ക്